Hello my dear students, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് കുറേ സ്റ്റുഡൻസ് മെസ്സേജ് അയക്കുന്നുണ്ട്. സാർ ഇനി അവസാനം കുറച്ച് ദിവസമേ ഉള്ളൂ, ഒരു 25-30 ദിവസമേ ഉള്ളൂ, എങ്ങനെയാണ് സാർ പഠിക്കേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊരു ചെറിയൊരു കാര്യം ചോദിച്ചു. അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു ഗൈഡൻസ് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താ നോക്കാം, ചെറിയൊരു വീഡിയോ മാത്രമാണ്. അതായത് പല സ്റ്റുഡൻസ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ആദ്യമായിട്ട് എഴുതുന്നവർക്ക് ആ ഒരു പ്രശ്നമുണ്ട്, അതേപോലെ തന്നെ ചില റിപ്പീറ്റ് ആയിട്ട് എഴുതുന്ന സ്റ്റുഡൻസിന് ഈ ഒരു പ്രശ്നം അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാ ചാപ്റ്റേഴ്സും ഒരേ ഇമ്പോർട്ടൻസ് ആണ്, അതായത് എല്ലാ ചാപ്റ്റേഴ്സും ഒരേ ഇമ്പോർട്ടൻസ്. അതിൻ്റെ എസ്പെഷ്യലി LLP എന്നൊരു ചാപ്റ്ററിലാണ് അതിൻ്റെ ഒരു കോമഡി കിടക്കുന്നത്. നമ്മളെന്താണ് ഈ ഫൗണ്ടേഷനിൽ നമുക്കറിയാം LLP എന്ന് പറയുന്നത് ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇന്ററിലും അത് LLP എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഫൗണ്ടേഷൻ്റെ എക്സ്റ്റൻഷൻ ആണ് ഇന്ററിലുള്ള LLP എന്ന് പറയും, കുറച്ച് കാരണം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ LLP ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഉറപ്പായിട്ടും എന്താണ് ഈ പറഞ്ഞ ഇന്ററിലും, അതായത് ഫൗണ്ടേഷൻ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പഠിക്കാതെ ഇട്ടൊരു ചാപ്റ്റർ ആണ്. അപ്പോൾ ഇന്ററിലും അത് തന്നെ റിപ്പീറ്റ് ചെയ്യാതെ ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്നൊരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ വെയിറ്റേജ് നോക്കുമ്പോൾ ആൾറെഡി നിങ്ങൾക്ക് വെയിറ്റേജ് സംഭവം തന്നെ അറിയാം, പക്ഷേ അത് എന്താണ് പറയുന്നത് ഫോളോ ചെയ്യുന്നില്ല. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾക്ക് ICAനെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ? ICAനെ വിശ്വസിക്കാതെ അവരതേ ചോദിക്കുകയുള്ളൂ. നിങ്ങൾ ആ ബുക്കിൻ്റെ വെയിറ്റേജ് നോക്കുമ്പോൾ അവസാനത്തെ ആ കുഞ്ഞു ബുക്കിലെ മൂന്നാമത്തത്, അപ്പോൾ അവിടെയാണ് 12, 13, 14, 15 ചാപ്റ്റേഴ്സിൻ്റെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ കുറേ കമൻറ്റ് പറയുന്ന സാറേ ഈ അതർ ലോസ് സാർ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, കാരണം എന്താണ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടത്തില്ല. ശരിയാണ്, ഉറപ്പായിട്ട് നമ്മൾ മാർക്ക് കിട്ടത്തില്ല. പക്ഷെ കമ്പനിലോ എന്താണ് നമ്മൾ സ്വന്തമായിട്ട് എഴുതിയ മാർക്ക് കിട്ടുമോ? ഇല്ല. പക്ഷെ അവിടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും എഴുതാൻ കിട്ടും എന്ന് മാത്രമാണ്. അതർ ലോസിൽ നമ്മുടേതായ രീതിയിൽ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്രയും വലിയ മെറ്റീരിയലിൽ നിന്നും അതിനകത്ത് നമുക്ക് കുറച്ച് ഓൺ ലാംഗ്വേജസിൽ എഴുതാൻ പറ്റും, ടെക്നിക്കൽ ടേംസ് നോക്കിയാൽ മതി. പക്ഷെ ജനറൽ ക്ലോസസും കുറച്ചും കൂടെ എളുപ്പമാണ്, കാരണം ജനറൽ ക്ലോസസിലും കുറച്ച് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസും ഉണ്ട്. പ്രശ്നം വരുന്നത് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് മാത്രമാണ്. അപ്പോൾ അവിടെ ആ ഒരു ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് ടോട്ടൽ വെയിറ്റേജിന്റെ എന്താണ് 30% വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ 100 മാർക്ക് ആക്കുകയാണെങ്കിൽ 30 മാർക്സ് അവിടെ വരും. അപ്പോൾ അവിടെ നിങ്ങളെല്ലാം പഠിക്കാതെ പഠിക്കുന്നതിൻ്റെ ചില ഇമ്പോർട്ടൻസ് പോയിന്റ്സ് മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട്, അതായത് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇന്റർപ്രിട്ടേഷൻ ചെയ്തുകൊണ്ടേയിരിക്കും കണ്ടിന്യൂസ്ലി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ ഇന്റർപ്രിട്ടേഷൻ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്റർപ്രിട്ടേഷനിൽ ഇപ്പോൾ ലിറ്ററലി നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയെങ്കിൽ അതിന്റെ ഓർഡിനറി മീനിങ് നിങ്ങൾ എടുത്താൽ മതി എന്നൊരു കോൺസെപ്റ്റ് പറയുന്നത്. അതിനെ തന്നെ ഒരു 5-6 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും, അത് ഓരോരോ സിനാരിയോയിലേക്ക് അതിനെ ആഡ് ചെയ്യും. അപ്പോൾ അത് വെച്ച് നമ്മൾ 6 പ്രാവശ്യം എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഓർത്ത് വെക്കുക, നമ്മൾ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് പഠിക്കുമ്പോൾ ആദ്യം ആ ഒരു ചാപ്റ്ററിനെ കുറിച്ചൊരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. ഈ അതർ ലോസ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്തോ സാർ എന്തൊക്കെ വാക്ക് അതിൻ്റെ അകത്തുള്ളത്, എത്ര വാക്കുണ്ട്, ഒരു പേജിൽ എഴുതാൻ പോലുള്ള വാക്ക് അങ്ങനത്തെ ഇല്ലല്ലോ അല്ലേ. നമ്മൾ പറഞ്ഞ ജസ്റ്റും ജനറീസ് അങ്ങനത്തെ ഒരുപാട് വാക്കുകൾ ഇതിനകത്തുണ്ട്, പക്ഷെ അത് ഒരു പേജിലേ കൊള്ളത്തുള്ളൂ, അത്രയും എല്ലാം എഴുതിയിട്ടുണ്ടെങ്കിലും. അപ്പോൾ ആ ഒരു പേജിൽ നമ്മുടെ എൻറ്റയർ ചാപ്റ്ററിനെ ജഡ്ജ് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ല. ഇതൊരു ഓവർവ്യൂ ആണ്. ഇതൊക്കെ ഞാൻ പിള്ളേരോട് അങ്ങോട്ട് പറഞ്ഞ അവിടുത്തെ ഗൈഡ് ലൈൻസ് ഇപ്പം നിങ്ങളോട് പറയുന്നതെന്ന് മാത്രം, നിങ്ങൾ ചോദിക്കാത്തവരുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നോക്കുക, 100 മാർക്സിൽ പാർട്ട് 1 70 മാർക്സിൽ ചാപ്റ്റർ വൈസ് ഇവിടെ വെയിറ്റേജ് നൽകിയിട്ടില്ല. പക്ഷേ മോഡ്യൂളിൻ്റെ അകത്ത് ഏതൊക്കെ കവർ ആകുമെന്ന് ഓർത്ത് നോക്കുക. കാരണം ഇതിൻ്റെ അകത്ത് 2, 3, 4ാമത്തെ ചാപ്റ്ററിൽ എത്രമാത്രം വെയിറ്റേജ് ഉണ്ടെന്ന് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാസ്റ്റ് ഇയേഴ്സിൻ്റെ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിയിട്ട് ആ ഒരു വെയിറ്റേജ് നമ്മൾ അളക്കണം. അത് മാറിപ്പോകാൻ ഈ പ്രാവശ്യം അത് ചേഞ്ച് ആകാനും സാധ്യതയാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഈ പ്രാവശ്യം ചിലപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും പ്രിലിമിനറിയിൽ നിന്ന് വന്നാലും നിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഈ പ്രോസ്പെക്ടസ് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 100ൽ 20, 30, അപ്പോൾ മിനിമം എന്താണ്, നമുക്ക് 25 എന്ന രീതിയിൽ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യും, മിഡായിട്ട് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യും. അപ്പോൾ ഇവിടെ 4 ചാപ്റ്റേഴ്സ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 2 ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 20 to 30 ആണ്. അതിൻ്റെ അകത്ത് ഈ ചാർജസിന് ഇമ്പോർട്ടൻ്റ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. ഈ 5ാമത്തെയും 7ാമത്തെയും ചാപ്റ്റർ, 5ാമത്തെ ചാപ്റ്റർ വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. കുറച്ച് പ്രശ്നമുള്ളത് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം എന്താണ്, കുറേ ടൈപ്സ് ആണ്. അപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യമാണ്, സാറേ അത് പഠിക്കണം. അത് നിങ്ങൾ എല്ലാം പഠിക്കല്ലേ, കാരണം ഇത് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നുമല്ലല്ലോ. അതിൻ്റെ അകത്ത് സെലക്ട് ചെയ്ത ഒരു പോയിന്റിന്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചോദിക്കുക, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ വരുന്നൊരു 3-4-5 പോയിന്റ് റിലവൻസ് വളരെ കുറവാണ്. പിന്നെ വരുന്ന കുറച്ച് കാൽക്കുലേഷൻസ്, അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെ കണ്ടുപിടിക്കാൻ നമ്മൾ ആൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മെത്തഡാണ് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്താണ് നല്ല രീതിയിൽ ആ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. പിന്നെ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾക്കറിയാം, കുറച്ച് ലെങ്തി ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ 4 ചാപ്റ്റർ പഠിക്കുന്നതും ഇതിനകത്ത് 3 വലിയ ചാപ്റ്ററാണ്. അത് വേണോ, അല്ലെങ്കിൽ ഇതിൻ്റെ 2ൻ്റെ, അതായത് ഈ 2 ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് കൂട്ടിയാൽ ഈ ചാപ്റ്റേഴ്സിൻ്റെ എല്ലാം വെയിറ്റേജ് ആക്കും.
സ്റ്റഡീസ്. കാരണം രണ്ടാമത്തെ ചാപ്റ്റർ വലുതാണ്, നാലാമത്തെ ചാപ്റ്റർ അത്യാവശ്യം വലിയ ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ നോക്കിക്കേ 3 ചാപ്റ്റേഴ്സ്, അതായത് എസ്പെഷ്യലി പറയുമ്പോൾ 2 ചാപ്റ്റർ പഠിച്ചാൽ നമുക്ക് 25 മാർക്സ്. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ടെക്നിക്കലി പഠിക്കാൻ വേണ്ടി. മോഡ്യൂളിനെ അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്യണം. അതിനുശേഷം ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്ററാണ് ഇത്. രണ്ടും പേഴ്സണൽ ലൈഫിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ്. ഇതൊരു ചെറിയൊരു കോൺസെപ്റ്റ് മാത്രമാണ്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരും, നമുക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇവിടെ മാർക്സ് 35% ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിന് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ, കാരണം ഈ ചാപ്റ്റേഴ്സൊക്കെ വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ട് നമുക്ക്. 95% കാൽക്കുലേഷൻസ്, ഡേറ്റ്, പിന്നെ കുറച്ച് പ്രൊസീജിയറൽ ആസ്പെക്ട് അങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ നമുക്കത് വലിയൊരു പ്രശ്നമല്ല. ചാർജസ് ആണെങ്കിലും വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ് ചാർജസ് എന്ന് പറയുന്നത്. വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇവിടെ ഉണ്ടാകില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെപ്പോസിറ്റ് ആണെങ്കിലും അവൻ്റെ പ്രൊസീജിയർ, അതൊക്കെ സിമ്പിൾ പ്രൊസീജിയേഴ്സ് അല്ലേ. പ്രൊസീജിയർ എല്ലാം വായിക്കണോ സാർ? നോ. പ്രൊസീജിയറിലെ ഓരോരോ പോയിന്റ് നമ്മൾ വായിച്ചിട്ട് അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, ഡയറക്റ്റ് സെൻസിൽ ഒരിക്കലും എടുക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് ഒരു സെറ്റ് നമ്മൾ മേടിക്കുന്നു. അപ്പോൾ ഈ 30 days നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഫസ്റ്റ് പ്രിഫറൻസ് ഈ ഒരു ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ ഇതിന് കൊടുക്കുന്നു, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡ്യൂൾ ഇതിന് കൊടുക്കുന്നു. ഓക്കെ, 25 മാർക്സ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, നെക്സ്റ്റ് നമ്മൾ നേരെ പോകുന്നത് ആ കുഞ്ഞു ബുക്കിലേക്കാണ്, നിങ്ങളുടെ LLP. ഇവിടെ നോക്കി LLPയുടെ വെയിറ്റേജ് എന്ന് പറയുന്നത് 15 to 20. 15 ഇറ്റ് ഈസ് എ മിനിമം, ഇറ്റ് ഈസ് മാക്സിമം. ഇതിനിടയിൽ ക്വസ്റ്റ്യൻസ് വരും, ഡയറക്റ്റും ഇൻഡയറക്റ്റ് ആയ ക്വസ്റ്റ്യൻസ് വരും. ആ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് വരികയുള്ളൂ. അത് പാസ്റ്റ് ഇയേഴ്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ഇപ്പോൾ ഇവിടെ 20 മാർക്സ് ആയി. അതർ ലോസ് നിങ്ങൾക്ക് അറിയാം, അതർ ലോസിൽ 30 മാർക്സ് ആണ്. അപ്പോൾ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് എല്ലാം ഏതാണ്ട് കുറേ വരുന്നുണ്ട്. ഇൻ്റർപ്രിട്ടേഷൻ നിങ്ങൾ പറഞ്ഞ ചാപ്റ്ററിന് കമ്പാരിറ്റീവ് വെയിറ്റേജ് കുറവാണ്. അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും പഠിച്ചാലും മതി. മെയിനായിട്ട് ഇത് രണ്ടിലും വലിയ കട്ടിയൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതിൽ കുറച്ച് ലാംഗ്വേജ് സിമ്പിളാണ്. കുറച്ച് എക്സാമ്പിൾസിൻ്റെ കുറവ് മെറ്റീരിയൽസിലുണ്ട്. അത് നിങ്ങൾ എന്താണ് ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ ഉറപ്പായിട്ട് തന്നെ കിട്ടും. അപ്പോൾ എക്സാമ്പിൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ ചില കാര്യങ്ങൾ ആഫ്റ്റർ ദ കമൻസ് ഓൺ ദിസ് ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എനി അതർ റെഗുലേഷൻ അങ്ങനെ കുറച്ച് വാക്കുകളുണ്ട്. അതാണ് കൺഫ്യൂഷൻസ് ആകുന്നത് നമുക്ക്. അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചാപ്റ്റർ ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, ഓർത്ത് വെക്കുക. പിന്നെ ഇവിടെ എഴുതുമ്പോൾ ഇതിൻ്റെ 3ന്റെ ലാംഗ്വേജ് കുറച്ച് ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിനകത്ത് ഇത് ലാംഗ്വേജ് കമ്പനി ഹാക്സ് പോലെ തന്നെയാണ് ലാംഗ്വേജ്. ഇതിൻ്റെ ലാംഗ്വേജ് കുറച്ച് ജനറലുണ്ട്. ഇതൊരു കാര്യത്തിൻ്റെ മാത്രം ലാംഗ്വേജ് എന്താണ് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ 30 മാർക്സും പ്ലസ് ഓക്കെ ഇവിടെ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഇതിനായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ 20 മാർക്സ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 25 + 20 + 30. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 15 ചാപ്റ്ററിൽ എത്ര ചാപ്റ്റർ നോക്കുന്നത്? ഇവിടെ 1, ഇവിടെ 3, ഇവിടെ 3. അപ്പോൾ എത്ര ചാപ്റ്റേഴ്സ് ആയി? 7 ചാപ്റ്റേഴ്സ് ആയി. 7 ചാപ്റ്റേഴ്സിൽ എത്ര മാർക്കായിരുന്നു? 75 മാർക്സ്. സോ വി നീഡ് 40 മാർക്സ്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായോ? കുറച്ചൊരു ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചാപ്റ്ററിന് അനലൈസ് ചെയ്യുന്നത്? ഈ പ്രാവശ്യം ഇത് വരത്തില്ല എന്ന് വിചാരിക്കേണ്ട. കാരണം ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് അനൗൺസ്മെന്റ് വിച്ച് ഈസ് ഗിവൻ ബൈ ICA. ഞാൻ തന്ന അനൗൺസ്മെന്റ് അല്ല. ഞാൻ തന്ന അനൗൺസ്മെന്റ് ആണെങ്കിൽ എനിക്കൊരു ഡൗട്ട് വന്നാൽ ഇതെനിക്കൊരു ഡൗട്ട് ഇല്ല, കാരണം പറഞ്ഞിരിക്കുന്ന അവർ തന്നെയാണ്. അതിൻ്റെ അകത്തെ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ ഈ ചാപ്റ്റേഴ്സിൽ കുറച്ചും കൂടെ നമ്മൾ ആഴത്തിൽ പോകാൻ ശ്രമിക്കണം. ഈ ചാപ്റ്റേഴ്സിൻ്റെ പാസ്റ്റ് ഇയേഴ്സ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കണം. ഇപ്പോൾ ഇൻ്റർപ്രിട്ടേഷൻ ആണെങ്കിലും പാസ്റ്റ് ഇയേഴ്സിൻ്റെ ഒരു 10 വർഷം നോക്കി കഴിയുമ്പോൾ ആ ചാപ്റ്ററിനെ കഴിയും. ഓക്കെ, എങ്ങനെ ക്വസ്റ്റ്യൻ MCQലൊക്കെ ഈ ഫെമയുടെയൊക്കെ MCQലൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് വരുന്നൊരു സംഭവമാണ്. ആ ചാപ്റ്ററിൻ്റെ പാതിയും എന്താണ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് MCQ ക്വസ്റ്റ്യനിലൂടെയാണ് കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് നിങ്ങളൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഉറപ്പായിട്ടും ഇത് നമ്മൾ ലാസ്റ്റ് പല സ്റ്റുഡൻസിനും കൊടുത്ത അഡ്വൈസാണ്. അപ്പം എനിക്ക് തോന്നുന്നു വളരെ നല്ല രീതിയിൽ ഉപകാരപ്പെടും. നമ്മുടെ പ്രാക്ടിക്കൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മളിത് പറഞ്ഞ് നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. സ്റ്റാർട്ടിങ് നമ്മൾ പറയാറില്ല, കാരണം എക്സാമിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ ഫ്യൂച്ചർ ലൈഫ് ആയതുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇത് മാത്രം പഠിച്ചാൽ എന്ന് പറയാത്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനനുസരിച്ച് ഒന്ന് റീസ്ട്രക്ചർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇറ്റ് ഈസ് ഓൺലി അബൌട്ട് ലോ സബ്ജക്ട്. അപ്പോൾ ഇതേപോലെ ബാക്കി സബ്ജക്റ്റിൻ്റെ വെയിറ്റേജ് ഈ ഒരു കോൺസെപ്റ്റ് നൽകിയിട്ടുണ്ട്. വെയിറ്റേജ് ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക. ജസ്റ്റ് ഞാൻ ഇത് PDF ഒന്ന് അറ്റാച്ച് ചെയ്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്താരേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇതൊരു മാരത്തോണും കാര്യം നമ്മൾ വരുന്നുണ്ട്. നമ്മൾ ഏപ്രിൽ മിഡ് ആകുന്ന മാരത്തോൺ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് എൻറ്റയർ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കത് ഉപകാരപ്പെടും. വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നല്ലപോലെ പഠിക്കുക. എന്ത് ഡൗട്ടും ക്ലാരിഫിക്കേഷൻസ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്.